ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം. ഏതൊരു മനുഷ്യനും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എനിക്കുള്ള വചനമല്ല, ഞാനെന്തായാലും ലോകം മുഴുവൻ നേടാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തണേ? ദൈവവചനം പറയുന്നത് ലോകം മുഴുവൻ നേടുകയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം എന്ന്. ലോകം മുഴുവൻ നേടുക എന്ന് ഉദ്ദേശിക്കുന്നത് 10 കൽപ്പനകൾ ലംഘിക്കുക എന്ന് തന്നെയാണ്. ഈ 10 കൽപ്പനകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നാം അതിനോരോന്ന് ലംഘിക്കുമ്പോഴും നാം ലോകം മുഴുവൻ നേടുക. ദൈവകൽപ്പനകൾ നാം അക്ഷരം പ്രതി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. 1 മുതൽ 10 വരെ കൽപ്പനകൾ. അതെല്ലാം തെറ്റിക്കുമ്പോൾ ലോകത്തിൻ്റെ പിന്നാലെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനി എന്താ ചെയ്യുന്നത്? ലോകത്തിൻ്റെ പിന്നാലെയല്ല പോകുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ, തിന്മകൾ എല്ലാം. പരദൂഷണം ഒറ്റയ്ക്കല്ല പറയുന്നത്, മറ്റുള്ളവരിൽ പറയുന്നത്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഇതുപോലൊരു വചനം നാം എന്നും ധ്യാനിക്കണം. ലോകം മുഴുവൻ നമ്മൾ നേടാൻ ശ്രമിക്കുന്നില്ല, നടക്കാത്ത കാര്യമാണ് ഒരുത്തിനെ സംബന്ധിച്ച്. എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും ലോകം മുഴുവൻ നേടാനുള്ളത് തന്നെയാണ്. ഒരു കാര്യം മറ്റുള്ളവർ വിളിച്ച് പറയുമ്പോഴും, മദ്യപിക്കുമ്പോഴും, ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നാം ജീവിക്കുന്നത്.